ഛേ, ഉപ്പുമില്ല മുളകുമില്ല. എടി രാധേ, ഇതെങ്ങനെ കഴിക്കോടി? നിനക്കൊരു ഉണക്കമീൻ ചുട്ടെങ്കിലും കൊണ്ടുവരുന്നില്ലേ? ഉപ്പും മെഴുക്കൊന്നും തുടരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഓ, തുടരുന്നേ പറഞ്ഞിട്ടുള്ളൂ. കഴിക്കാം. ഉപ്പും മുളകും കൊഴുപ്പും കഴിച്ചിട്ടാണോ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ ചാവണേ? ഡോക്ടർമാർ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ചുമ്മാ പറഞ്ഞു പേടിപ്പിച്ചിട്ട് ഡോക്ടർമാർക്ക് എന്ത് കിട്ടാനാ? എടി മണ്ടി, ഇവര് സകല ആളുകളോടും ഉപ്പ് കൂട്ടരുത്, മുളക് കൂട്ടരുത്, മീൻ, ഇറച്ചി, മുട്ട, 7 അയൽവക്കത്ത് കണ്ടുപോരുത്, കള്ളു കുടിക്കരുത്, ബീഡി വലിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതൊക്കെ അടിക്കുക. ഇവർക്ക് ഇതൊന്നും ഒരു ക്ഷാമം ഉണ്ടാവരുത്. അതിനല്ലേ മറ്റുള്ളവരൊന്നും ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ആ വന്നൂലോ, എന്തെങ്കിലും പോന്നേ. ആശാന് സുഖമില്ലാണ്ട് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, അങ്ങനെ തന്നെയുണ്ട്. ആരോ എന്തോ പറഞ്ഞു, വണ്ടി ചരക്ക് ഒപ്പിട്ടിട്ട് പോന്നൂല്ലേ? അല്ല, ചരക്കും കൊണ്ട് രവി പോയി. ആ, നല്ല ആളാ രവി. എടാ, നിന്നെ ഞാൻ ഇങ്ങനെയാ പഠിപ്പിച്ചിരിക്കണേ. ഈ വളയം പിടിക്കലേ ഡൂക്കിലി പണിയൊന്നുമല്ല, സത്യവും നീതിയും ഉത്തരവാദിത്തമുള്ള പണിയാ. എന്നിട്ട് അത് ഒന്നുമില്ലാത്ത ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് ഓടി പോന്നിരിക്കുക. ആശാന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പിന്നെ മനസമാധാനത്തോടെ എനിക്ക് വളയം പിടിക്കാൻ പറ്റുമോ ആശാനെ? അതെനിക്ക് സൂക്കം ഉണ്ടെങ്കിലല്ലേ. 2 ദിവസം മുമ്പ് എനിക്ക് ചെറിയ നെഞ്ചുവേനുണ്ടായി. എന്റെ പൊട്ടത്തരത്തിൽ ഞാനതുകൊണ്ട് പറയുകയും ചെയ്തു. പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി, രാത്രിക്ക് രാത്രി ഇവിടെ കൊണ്ടുവിടുകയും ചെയ്തു. അച്ഛൻ വെറുതെ പറയില്ല. രാത്രി ഊണ് കഴിക്കാൻ വിളിക്കാൻ ചെന്നപ്പോ നെഞ്ചുവേദന വന്നിട്ട് മിണ്ടാൻ പറ്റാതെ കൊടുക്ക. നെഞ്ചും പൊത്തി പിടിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് മിണ്ടുന്നുമില്ല. അങ്ങനെ ഉണ്ടായി തന്നെ അത് മാറിയല്ലോ. അത് ഇപ്പൊ നീ എന്തിനാ കരയണേ? ഇപ്പൊ എനിക്ക് യാതൊരു അസുഖമില്ല സീതര. ഇന്നലെ പണി പൊക്കളാൻ പറഞ്ഞ ഡോക്ടർ ഇവർക്കാ നിർബന്ധം എന്നെ ഇവിടെ പിടിച്ച് കിടത്താൻ. സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഏയ്, സംസാരിച്ചില്ല. പിന്നെ വേദന ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. വേണമെങ്കിൽ ഇന്ന് തന്നെ പോകാം. വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കണം. എടുക്കോ? ആ, കുറെ കാലമായിട്ട് റെസ്റ്റ് തന്നെയാ. ഡോക്ടർ പോളിത്തോപ്പിന്റെ വീട്ടിലെ ഡ്രൈവറാണെന്ന് പറഞ്ഞതോ? അതൊക്കെ ഒരു ജോലിയാണോ ഡോക്ടർ? റെസ്റ്റാ. ഈ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കണം, തിരിച്ചു കൊണ്ടുവരണം. പിന്നെ കൊച്ചമ്മയ്ക്ക് ഒന്ന് ചന്തയിൽ പോകണം. കഴിഞ്ഞു ജോലി. ബോംബെ നിന്നും കൽക്കട്ടയിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് ചരക്ക് വണ്ടി കൊണ്ട് വന്നിട്ടുള്ളവനാ ഞാൻ. അത് പണ്ടല്ലേ. ഇടയ്ക്ക് വരുന്ന നെഞ്ചുവേദന നിസ്സാരാക്കി തള്ളരുത്. വളരെ സൂക്ഷിക്കണം. അറ്റാക്ക് കഴിഞ്ഞാൽ ഓർമ്മ വേണം. ഗോവിന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി കാണണം. ഓ, കാണാം. ഈ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ യുവമാരൊക്കെ വെറുതെ പേടിപ്പിക്കുക. വെറുതെ നിന്നിട്ട് തന്നെ എല്ലാവരും മരിക്കണേ. ആ, ആശാൻ എന്താ ആലോചിക്കണേ? അല്ല, ഈ മനുഷ്യന്മാരുടെ കാര്യം ആലോചിച്ചാൽ നല്ല തമാശയാ. കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ചതിച്ചും കൊന്നും എന്തൊക്കെ ഉണ്ടാക്കണം. നെഞ്ചിന്റെ പടപ്പ് നിന്നാ കഴിഞ്ഞില്ലേ? മരണം വന്ന് വിളിച്ചാ ഇപ്പൊ വരാൻ പറ്റില്ല, ഒരു 5 കൊല്ലം കൂടി കഴിയട്ടെ എന്ന് പറയാൻ പറ്റുമോ? ആശാൻ ഇപ്പൊ എന്തിനായി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കണത്? ഇനി ഒരു നെഞ്ചുവേദന വന്നാ ഞാൻ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? നീ ഇവിടെ എഴുന്നേറ്റ് വാ, എന്റെ അടുത്ത് വന്നിരിക്കും. സീതര, മരിക്കാൻ പേടിണ്ടായിട്ടല്ല. രാധയുടെ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞ് കാണണം. നമുക്കത് ആലോചിച്ച് ഒന്നേ നടത്താം. ഞാനിത് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് 3-4 കൊല്ലായി. നിനക്ക് സമ്മതമാണെന്ന് അറിഞ്ഞാൽ മതി. എനിക്ക് ഇന്നല്ലാണ്ട് ആർക്കാ? നീ അത് ഇംഗ്ലീഷ് ചോദിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഒരു കുടുംബമായിട്ട് കഴിയുന്നുള്ള വിചാരം എപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ. ചോറ് വിളമ്പട്ടെ അച്ഛാ? വായിൽ വെച്ച് കൂട്ടാൻ പറ്റുമല്ലോ ഉണ്ടോ? ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അച്ഛന്? എനിക്കല്ലേ ശ്രീധരന്, അവന് ഉപ്പും മുളകൊന്നും ഒരു കുഴപ്പമില്ല. സാമ്പാറും മോരും ഉണ്ട്. ശ്രീധരേട്ടൻ കൈ കഴുകുക. ആശാൻ കഴിക്കും. എനിക്കിപ്പോ വേണ്ട. എനിക്കൊന്ന് കുളിക്കണം. ഈ കുപ്പായൊക്കെ ഒന്ന് മാറ്റണം. എന്നാ വേഗം കുളിച്ചിട്ട് വാ. അല്ല, ഞാൻ വൈകുന്നേരം വരാം. ശ്രീധരേട്ടാ, ചോറ് ഞാൻ പാത്രത്തിലാക്കി തന്നുവിടാം. കുളി കഴിഞ്ഞ് മുറി കൊണ്ടേ കഴിച്ചോളൂ. വേണ്ടടി. ശ്രീധരേട്ടാ, സുരേട്ടാ,
ശ്രീധരേട്ട, ഉം. ഏ? എന്താ ഉറക്കത്തിലൊരു ചിരിയും കളിയല്ലോ? ചിരിയും കളിയും ആ ആരിച്ചു അത് ശരി. അല്ല, കുറെ നേരമായി ഞാനിത് കേൾക്കണേ. എനിക്ക് തോന്നിയതാ ലൈറ്റ് കരുതിട്ട് ഒന്ന് ഉറങ്ങി. ആ അത് കേട്ടാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയും. എന്തുവാ? നിങ്ങളെ മനസ്സ് എവിടോ ഒന്ന് ഉടക്കി കിടക്കുന്നുണ്ടല്ലോ. ആര് പറഞ്ഞു? ഒരാഴ്ചയായി ഞാനിത് കാണുന്നു. നിങ്ങൾ ആകെ ഒന്ന് മയമ്പ നിൽക്കണ്. മോന്തൊക്കെ ഒരു തെളിച്ചം. കഴിഞ്ഞ ട്രിപ്പും കൊണ്ട് പോയപ്പോ നിങ്ങൾ സ്ഥിരം കുറ്റിക്കാരൊന്നും കണ്ടുമില്ല. പോരാത്തതിന് വണ്ടി കയറിയ പുതിയ കേസ് കെട്ടുകളെ തിരിഞ്ഞും കൂടി നോക്കിയില്ല. അല്ല, ഒരു രാത്രി കൊണ്ട് മനുഷ്യന്മാർക്ക് ഇത്ര നല്ല സ്വഭാവം വരുമോ? പറയും, തുറന്നു പറയും. മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉറത്തി കളിക്കരുത്. രണ്ടിടത്ത് കിടന്നുറങ്ങി കള്ളു കുടിച്ചും എണ്ണി പിടിച്ചും എണ്ണി ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? ഇത് പലതവണ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് തോറ്റതല്ലേ. നിങ്ങൾക്കൊരു പിടിപ്പ് വേണം. നിങ്ങൾ ആ രവിയെ കണ്ടു പഠിക്കും. 10 വയസ്സ് അനാവശ്യമായിട്ട് കളിയില്ല. മറ്റുള്ളവരുടെ പോക്കറ്റ് ഓർത്താൻ ബഹു പിടിക്കണം. 10-12 കൊല്ലായില്ലേ നിങ്ങൾ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്. എന്തുണ്ടാക്കി ഇതുവരെ? ഒക്കെ കരക്കാരി നിന്നു. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. വേറെ ആർക്ക് കൊടുക്കാനാ? 10-18 വയസ്സുള്ളപ്പോ ആശാന്റെ അടുത്തുകൊണ്ട് പെട്ടതാ. വളയം പിടിപ്പിച്ചതും എന്നെ ഡ്രൈവറാക്കിയതും ഒക്കെ ആശാന. ആ മനുഷ്യനോട് എനിക്കൊരു കടമയുണ്ട്. പിന്നെ രാധയെപ്പോലൊരു പെൺകുട്ടി എനിക്ക് കിട്ടാന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമല്ല. അങ്ങനെ വരട്ടെ. അപ്പൊ അവിടെയാണ് മനസ്സൊടുക്കി കിടക്കുന്നതല്ലേ? അല്ല, അതിന് ഈ ആശാൻ സമ്മതിക്കോ? ആശാനാണ് എന്നോട് കാര്യം സൂചിപ്പിച്ചത്. പക്ഷേ മറുപടി ഒന്നും പറയാൻ പറ്റില്ല. എന്റെ വായിന് വേണ്ടി പെരുകി കിട്ടോ. ഏട്ടാന്ന് വിളിക്കുന്നെങ്കിലും എന്റെ അഞ്ചന്റെ പ്രായം ശ്രീരേട്ടന് ഉടനെ റൈറ്റ് വരുന്നത്. ആ സമയമുണ്ടല്ലോ. ഇനിയെപ്പോ ഞാൻ നൂറ്റണ്ട നാളെ തന്നെ പോയി പറഞ്ഞാലേ. ശ്രീരേട്ടന്റെ ഏട്ടന്റെ സ്ഥാനത്ത് പോയി ഞാൻ വരാം. പോരെ? ശ്രീധരേട്ടന്റെ ഏട്ടനോ? ആ ആര് നീയോ? ആ എന്തേ? ഞാനിപ്പോ ശ്രീധരേട്ടന്റെ ഏട്ടന്റെ സ്ഥാനത്തൊന്ന് സംസാരിച്ചാൽ ആശാനെ തെരുവ്. അതേലപ്പോ ഉണ്ടായിരുന്നു. എന്നാലും വേണ്ടില്ല, എനിക്കൊരു പുത്തരിയൊന്നല്ല. ഇന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പഠിച്ച പണി 18 പയറ്റുകളാണ് ഈ ആശാന്. ചെറിയ കേട്ട് ചെവി പൊളിഞ്ഞ് എന്നിട്ട് കുഞ്ഞാരി തോറ്റിട്ടില്ല. തോറ്റ് വിട്ടു പഠിക്കാൻ ഒക്കെ ആശാൻ തന്നെ. അല്ല, ഇതിപ്പോ എന്റെ വാതിലടച്ചിരിക്കുന്ന ഇവിടെ ആരും ഇല്ലേ? അകത്തൊന്ന് കുത്തിയിട്ടിരിക്കുക. ആശാനെ, ആശാനേ, രാധേ, അപ്പുറത്തുണ്ടാവും. അതിന്റെ മോനെ ശ്രീകരേട്ടാ, എന്നെ നാറ്റിക്കരുത്. നാറ്റിച്ച നാറുന്നത് ഞാൻ മാത്രമല്ല, എല്ലാവരും മാറും. കള്ള ശൈത്താൻ ചതിച്ചല്ലോ ശ്രീകരേട്ടാ.